കൊച്ചിയുടെ ഹൃദയത്തിൽ തോപ്പുംപടിയെ ഒരു പുതിയ രുചിലോകം നിങ്ങൾക്കായിതാ ബനാവിൽ. അവിൽ മിൽക്കിൽ ഫ്രഷ്നെസിന്റെയും ക്വാളിറ്റിയുടെയും മറുവാക്ക്. ഓർമ്മകൾ പങ്കുവെക്കാൻ, കൂട്ടുകൂടാൻ, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം. 80-ൽ പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിലുണ്ട് കൂടെ. അവിൽ മിൽക്ക് മാത്രമല്ല, കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂഡകളും വിവിധ തരം ഷേക്കുകളും. ഇന്ന് തന്നെ വരൂ ബനാവിൽ, PT ജേക്കബ് റോഡ്, തോപ്പുംപടി, കൊച്ചി. കോൺഗ്രസ് മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും പിണറായി സർക്കാരിന്റെ ആരംഭകാലം മുതൽ നടന്ന മുഴുവൻ ദേവസ്വം ഇടപാടുകളെയും ലഭിച്ച സംഭാവനകളെയും കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. മഞ്ഞപ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ ദുർഭരണം, വികസന മുരടിപ്പ്, അഴിമതി, വാഗ്ദാന ലംഘനം എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർമ്മ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ്. ആ നികുതികൾ ഓരോ സാമ്പത്തിക വർഷത്തിലും എത്ര രൂപയാണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും UDF ഭരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ തുക കിട്ടേണ്ടിയിരുന്നത്, ആ തുക ഇവര് പ്ലാൻ ഫണ്ടിൽ നിന്ന് കെട്ടിക്കൊടുത്തു. സർക്കാർ കൊടുക്കേണ്ട പണത്തിൽ നിന്നും ആ തുക ഏകദേശം മനസ്സിലാക്കി അത് വെട്ടിക്കുറച്ചു. വെല്ലുവിളിയാണ്. നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ തരുന്ന പണം ഞങ്ങൾ തരില്ല, നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചോളണം. അതായത് ജനത്തിനെ പിഴിഞ്ഞു വാങ്ങിച്ചോളണം, ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചോളണം എന്നുള്ള തീരുമാനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. വിശ്വാസ സമൂഹത്തിന്റെ ശാപം ഏറ്റുവാങ്ങിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അയ്യപ്പ ശാപം ഏറ്റുവാങ്ങി ആചാരാനുഷ്ഠാന ലംഘനത്തിന് കുടപിടിക്കുന്ന ഭരണാധികാരികളെ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ലാബ് സൗകര്യം വിപുലപ്പെടുത്തുക, കേടായ വഴിവിളക്കുകൾ നന്നാക്കുക, വിവിധ ഭാഗങ്ങളിൽ പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ചന്ദ്രപുര ജംഗ്ഷനിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രവും ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കാട് മൂടിക്കിടക്കുന്ന കനാൽ ശുചീകരണം നടത്തി വെള്ളം തുറന്നുവിടുക, വെറ്റിനറി ഡിസ്പെൻസറി മൃഗാശുപത്രിയായി ഉയർത്തുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെറിയൻ തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA PJ ജോയ്, DCC ഭാരവാഹികളായ KP ബേബി, ജിൻഡോ ജോൺ, സെബി കിടങ്ങേൽ, കൊച്ചാപ്പ് പുളിക്കൽ, TM വർഗീസ്, രാജപ്പൻ P പല്ലൂർ, ദേവസി മാടൻ, ഷിജു ഈരാളി, ജേക്കബ് മഞ്ഞളി, ഷമിത ബിജോ, ജാൻസി ജോർജ്, അനു ജോർജ്, ടിനു മോബിൻസ്, അജിത് വരയിലാൻ, ഡേവിസ് മണവാളൻ, തോമസ് ചെന്നേക്കാടൻ, സരിത സുനിൽ ഇളയിടത്ത്, ജോസഫ് തോമസ്, സരിത സുനിൽ ചാലക്ക, സണ്ണി പൈനാടത്ത്, പൗലോസ് പുല്ലൻ, ജോൺസൺ എൽഞ്ഞെലി, ഷൈബി പാപ്പച്ചൻ, ജോഷി പടയാടൻ, ബിനോയ് പാറയ്ക്ക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.